Hi friends, ഞാൻ ഷെഹാൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും യൂട്യൂബിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യുന്ന നമ്മളെല്ലാവരും അധികം യൂട്യൂബിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരും ഈ ലോക്ക്ഡൗൺ സമയത്ത് അധികം ആൾക്കാരും യൂട്യൂബിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. അതേപോലെ തന്നെ അർജുൻ അങ്ങനെ തന്നെയായിരിക്കും ഫേമസ് ആയി വന്നിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഫേമസ് ആയത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബെല്ലാം തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരുപാട് ഫേമസ് ആയവർ, ഇപ്പോൾ പെട്ടെന്ന് യൂട്യൂബ് ഫസ്റ്റ് തന്നെ വന്നവർ വീഡിയോ നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത പാട് വരും കുറച്ച് ഫേമസ് ആയ ഇപ്പോൾ m4tech പിന്നെ അൺബോക്സിങ് ടൂഡ് പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ എല്ലാം വീഡിയോ ഒരുപാട് വരും. പക്ഷേ ഇവരെല്ലാം നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയാലോ, അർജുൻ്റെ ആയാലും പിന്നെ അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ എല്ലാം നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് തന്നെ വീഡിയോ ആണ്. ഇപ്പോൾ ആരാണെങ്കിൽ ഫസ്റ്റ് തന്നെ യൂട്യൂബിൽ കാണുമ്പോൾ ഒരുപാട് മണ്ടത്തരം സംസാരത്തിനും എല്ലാത്തിനും ഒരുപാട് മണ്ടത്തരം വരുന്നുണ്ട് സംസാരിക്കുമ്പോൾ. അപ്പോൾ ഞാനെല്ലാം ഫസ്റ്റ് എൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് എന്ത് തോൽവി എന്ന് ഞാൻ തന്നെ ഒരു തോൽവി. അപ്പോൾ ഓരോരോ വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പോൾ മികച്ച് വരുമ്പോൾ ഓരോ വീഡിയോ സംസാരം ലെവലായി വരിക. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിരിക്കുമായിരുന്നു. ഇപ്പോൾ ഓരോ ഫേമസ് ആയ യൂട്യൂബേഴ്സ്, കേരളത്തിലെ ഫേമസ് ആയ യൂട്യൂബേഴ്സിൻ്റെ ആദ്യത്തെ ഒരു കുറച്ച് വീഡിയോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഒന്നാമത്തെ വീഡിയോ വെക്കാം. ഒന്നാമത്തെ ചാനൽ എന്ന് വെച്ചാൽ മല്ലു ട്രാവലർ എന്ന വീഡിയോൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടോക്കി. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എന്നോട് പലരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ഈ നേപ്പാളിലേക്ക് പോകാൻ വിസ ആവശ്യമുണ്ടോ, അതുപോലെ വണ്ടി എടുത്ത് പോകുന്നതിന് എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഉണ്ടോ, പിന്നെ പാസ്പോർട്ട് വേണോ, എങ്ങനെയാണ് ഇന്ത്യ നേപ്പാൾ ബോർഡർ ക്രോസ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ, പല സംശയങ്ങൾ വന്നിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്ത ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിലായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ സംഭവം നമ്മൾ ഈ മല്ലു ട്രാവലറിൻ്റെ വീഡിയോ കണ്ടു. അപ്പോൾ ഈ ചാനലിൻ്റെ വീഡിയോ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിനി. അപ്പോൾ സംഭവത്തെ ആദ്യത്തെ ഈ ചാനൽ പോയി അടിയിൽ പോയിട്ട് ഫസ്റ്റ് വീഡിയോ നോക്കുമ്പോൾ ഒരു 2 വർഷത്തിന് മുന്നേ ഇട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് ഫസ്റ്റ് വീഡിയോ ആയിട്ട് തോന്നുന്നില്ല. എന്നിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, ഈ മല്ലു ട്രാവലർ ഫസ്റ്റ് വീഡിയോ സെർച്ച് ചെയ്തപ്പോൾ ഒരു വീഡിയോ വന്നു. ഇപ്പോൾ ആ വീഡിയോ നോക്കുമ്പോൾ അറിയുന്നു ഫസ്റ്റ് വ്ളോഗിങ് വീഡിയോ വന്നേ. അപ്പോൾ അതിന് മുന്നേ അത് കണ്ടപ്പോൾ തിരിഞ്ഞപ്പോൾ അതിന് മുന്നേ വേറൊരു വീഡിയോ ഇവിടെ നേപ്പാളിൽ പോകുന്ന വേറെ വീഡിയോ ഇട്ടിനി. സംഭവം ഒന്നും തിരിയുന്നില്ല സംഭവം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു നേപ്പാളിന് വീഡിയോ ഇപ്പം കാണിച്ചു തന്നെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വ്ളോഗ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ ഫസ്റ്റ് വ്ളോഗിങ് ഒന്ന് കണ്ടു നോക്കി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊരു യാത്ര പോവുകയാണ്. കഴിഞ്ഞ തവണ പോയാലൊരു വിനോദയാത്രയില്ല. ഞങ്ങളിപ്പോൾ പോകുന്നത് ഇരിട്ടിയിൽ നിന്നും ആലപ്പുഴയിലേക്കാണ്. കാരണം നാളെ ഗവൺമെൻറ്റിൻ്റെ ഒരു ക്ലീനിങ്ങിൻ്റെ പരിപാടിയുണ്ട് ആലപ്പുഴയിൽ, വെള്ളംകര സ്ഥലങ്ങളിലും. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ നമ്മുടെ ജിതിൻ ജോഷിയുണ്ട്. ജിതിൻ ജോഷിയെ പരിചയമില്ലാത്ത ആൾക്കാരുണ്ടാവില്ലല്ലേ. ട്രാവൽ മേഖലയുടെ എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇരിട്ടിക്കാരൻ തന്നെയാണ്, അറിയപ്പെടുന്ന ഒരു സഞ്ചാരി കൂടിയാണ് അദ്ദേഹം. ഏതായാലും ഞങ്ങളിപ്പോൾ ഇരിട്ടിയിൽ നിന്ന് പുറപ്പെടാൻ പോവുകയാണ്. ഏകദേശം 5 മണിയോടെ ഞങ്ങൾ പൈഞ്ചേരി മുക്കിലാണുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഏതായാലും ഇതൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടില്ല, അവിടുത്തെ പ്രവർത്തനങ്ങൾ നിങ്ങളോട് എത്തിക്കുക, അത്രയും ഉദ്ദേശിക്കുന്നു. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങളും പങ്കാളികളാവുക. കുട്ടനാട് പോലുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും പ്രശ്നങ്ങളിലാണുള്ളത്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ ഒന്നാമത്തെ വ്ളോഗ് വീഡിയോ ഉണ്ട്, മല്ലു ട്രാവലിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഫസ്റ്റ് വീഡിയോ കണ്ടു നോക്കിയാലും. അപ്പോൾ രണ്ടാമത്തെ m4tech ഫസ്റ്റ് വീഡിയോ നോക്കിയാലോ. ഇപ്പോൾ ഒരുപാട് വീഡിയോ ഇവിടെ പല വെറൈറ്റി കണ്ടന്റ് ഇട്ടിട്ട് ഒരുപാട് വീഡിയോ m4tech ഇടുന്നത്. അതുകൊണ്ട് തന്നെ m4tech ഇപ്പോൾ വന്നിച്ചെന്നപ്പം 4 മില്യൺ സബ്സ്ക്രൈബേഴ്സും അതെല്ലാമായിട്ട് m4tech ചാനൽ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ m4tech ആദ്യത്തെ വീഡിയോ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ട് നോക്കി. എന്ന് പറഞ്ഞ m4tech പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്കിന്നൊരു മാജിക് പഠിപ്പിച്ചു തരാം. അധികം കമ്പോണൻസ് ഒന്നും ഇത് വേണ്ട. ആകെ 3 കമ്പോണൻസ് ഇതിന് ആവശ്യമുള്ളൂ. ഒരു കോയിൻ, പിന്നെ ഒരു ഗ്ലാസ്, ഒരു ന്യൂസ് പേപ്പർ ഷീറ്റ്. ഫസ്റ്റ് ഞാൻ
ഈ കോയിൻ എടുത്ത് ഈ ടേബിളിന്റെ മുകളിൽ വെച്ചു. ദെൻ ഈ ഗ്ലാസ്, പ്യൂർ ഗ്ലാസ് ആണ്, ഡൗട്ടൊന്നും വേണ്ട. ഈ ഗ്ലാസ് എടുത്ത് അതിന്റെ മുകളിൽ പ്ലേസ് ചെയ്തു. ദെൻ ഒരു ന്യൂസ് പേപ്പർ ഷീറ്റ്, മായമില്ല മന്ത്രമില്ല, അതെടുത്ത് ഇതിന്റെ മുകളിൽ കവർ ചെയ്തു. ഇപ്പോൾ നമുക്കറിയാം ഈ കോയിൻ ഇതിന്റെ അകത്തുണ്ട് എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ഞാൻ ഈ ടൈമിൽ കോയിൻ മാറ്റി വന്നു അല്ലേ? കുഴപ്പമില്ല, നിങ്ങൾക്ക് നോക്കിക്കോ, കോയിൻ ഞാൻ മാറ്റിയിട്ടില്ല. ദെൻ ഈ ഗ്ലാസ് ഞാൻ വെച്ച് കവർ ചെയ്തു. ഈ കോയിൻ ഞാൻ അപ്രത്യക്ഷമാക്കാൻ പോകും. ഗ്ലാസ് എവിടെ പോയി? അപ്പോൾ നമ്മളങ്ങനെ ജിയോടെ മാജിക്കിൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ അനുസരിച്ചും ഒരുപാട് മാറ്റമുണ്ട് പഴയ ആദ്യത്തെ വീഡിയോ. അപ്പോൾ ഫേസിൻ്റെ ആളും താടിയും കട്ടൊക്കെ വന്നു. ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാടില്ല, ഞാൻ ആദ്യത്തെ വീഡിയോ അങ്ങനെ ശരിയാണ്. പിന്നെ ഒരുപാട് വീഡിയോ ചെയ്ത ശേഷം അപ്പോൾ എല്ലാം ശരിയായി വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ രണ്ടാമത്തെ കഴിഞ്ഞു. അതിന് നമുക്ക് മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ ആരെയെന്ന് വെച്ചപ്പോൾ എല്ലാവരും ഇപ്പോൾ ഫേമസ് ആയ എന്നാൽ അർജുൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ നമുക്ക് നോക്കാം. നോക്കിയാലോ? മറ്റേ അങ്കോന്റെ പറയുന്നില്ലേ ഓർമ്മകൾ കരൾ തലോടും പോലെ മൂടും പോലെ കാട്ടിലാടും നാളം പോലെ. അപ്പോൾ അർജുൻ്റെ ഏട്ടൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് ഒന്നും തിരിയുന്നില്ല, നമുക്കൊന്നും തിരിയുന്നില്ല സംഭവം. നമുക്ക് ഫസ്റ്റത്തെ വീഡിയോ നോക്കി നമുക്ക് വ്ളോഗ് ഫേസ് വെച്ച് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഉണ്ട്, നമുക്കത് നോക്കിയാലോ? അപ്പോൾ സമയം കാണാൻ നമുക്കത് നോക്കാം. ഇവിടെ ഇന്ത്യയിലെന്ന് വെച്ചാൽ 18 വയസ്സാണ്. പ്രായപൂർത്തിയാകുന്ന ഒരു ഏജ് 18 വയസ്സാണ്. പല രാജ്യങ്ങളിലും പലതാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, ഒരു സൈറ്റിൽ കയറിയപ്പം കണ്ടാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ ആൾക്കാരുടെ ഏജ് ഗസ് ചെയ്യാൻ പോകുന്നു. നോക്കുക എത്ര ഉണ്ടെന്ന്. നമ്മൾ പണ്ടിങ്ങനെ ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ സ്കൂളിൽ പോയി ചേരുമ്പോൾ നമ്മളെല്ലാവരും കൂടി ചെയ്തിരുന്നതിന് ഞങ്ങളെല്ലാവരും കൂടി അപ്പുറത്തെ ക്ലാസ്സിലൊക്കെ പെൺകുട്ടികളുടെ ഏജ് നമ്മൾ ഗസ് ചെയ്യും. ഏജ് അല്ലല്ലോ, പേര് ഗസ് ചെയ്യും. അപ്പം നമുക്കത് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എക്സ്പീരിയൻസ് വെച്ച്. അപ്പം ആദ്യത്തെ കുട്ടി ഇതാണ്. ആദ്യം നമ്മൾ ഈ കുട്ടിയുടെ ഏജാണ് ഗസ് ചെയ്യാൻ പോകുന്നത്. ഇവക്ക് ഒരു 18 ഫസ്റ്റ് 17 പ്രായപൂർത്തിയായിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ അർജുനേട്ടൻ്റെ ഒരു വ്ളോഗിൻ്റെ വീഡിയോ കണ്ടു. അപ്പോൾ എന്താ പറയുക, അതുപോലെ തന്നെ ഒരു ഏജ് ഒരു ലേഡീസിൻ്റെ ഫോട്ടോയിൽ വെച്ച് ഏജ് ഗസ് ചെയ്യുന്ന വീഡിയോ നമുക്ക് കണ്ടത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ വീഡിയോ നോക്കാം. മൂന്നാമത്തെ വീഡിയോ എന്ന് വെച്ചാൽ ട്രാവൽ എന്ന ഏട്ടൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു വീഡിയോ നമുക്ക് നോക്കിയാലോ? ഒന്ന് നോക്കാം. കണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് വീഡിയോ ടെക് ട്രാവൽ എന്ന ചാനൽ ഫസ്റ്റ് വീഡിയോ നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിലൊന്നുമില്ല, ഫുൾ ആനിമൽസിൻ്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത നിൽക്കുമ്പോൾ വ്ളോഗ് ഫേസ് വെച്ച് സംസാരിക്കുന്നത്, അപ്പോൾ നമുക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാനൊരു റിസർച്ചിലായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ ഗോപ്രോ വാങ്ങണോ DJI Osmo വാങ്ങണോ എന്നുള്ളൊരു റിസർച്ചിലായിരുന്നു. എനിക്ക് എൻ്റെ പ്രധാന ഉദ്ദേശം കുറച്ച് വീഡിയോ ബ്ലോഗിങ് തുടങ്ങുക എന്നുള്ളതാണ്. ഇത്രയും നാളും KSRTC ബ്ലോഗും ആനവണ്ടിയും ടെക് ട്രാവലീറ്റൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ അതിനൊപ്പം നമ്മളിപ്പോൾ വ്ളോഗിൻ്റെ ഒരു വീഡിയോ കണ്ടു.
കണ്ടിട്ട് ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പ്ലസ് പറയുന്നത് ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ അർജുനാണ് ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ അർജുൻ ഇങ്ങനെല്ലാം പറയുമ്പോൾ ഞാൻ പറയുന്നത് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷെഹാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതുപോലെ ഞാനെല്ലാം പറയും. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ ഫസ്റ്റ് തന്നെ ഓക്കെ ഞാൻ ഷെഹാൻ എൻ്റെ ഒരു പുതിയൊരു വീഡിയോ എല്ലാവരും ഓക്കെ എന്തിനാ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ ഫോൺ വിളിക്കുന്നത് ഹലോ ഞാൻ മറ്റേ അർജുനാണ്. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന പോലെ അപ്പോൾ ഇതുപോലെ ഒന്ന് സംസാരിച്ച് നോക്കിയല്ലോ ഈ വീഡിയോ കണ്ട പോലെ. ഓക്കെ ഞാൻ ഷെയ്ഹാനാണ്. ഇതുപോലെ സംഭവമാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒരാൾ വിളിക്കുമ്പോൾ ഹലോ ഞാൻ മറ്റേ ഷെയ്ഹാനാണ് മറ്റേ ഇവർ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഇത് വെച്ചാണെങ്കിൽ ഹലോ അല്ല സോറി ഓക്കെ ഞാൻ മറ്റേ ഇവർ വിളിച്ച് ഷെയ്ഹാനാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് സംഭവം ഓക്കെ എന്തിനാണ് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. അതെന്തിനാണ്? അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് ഇങ്ങനെ അടുത്ത വീഡിയോ നോക്കിയാലോ. അടുത്ത വീഡിയോ വെച്ച് പറയാമെന്ന് വെച്ചാൽ ആരാണ് നമ്മളെ അൺബോക്സിങ് ഡൂഡിൻ്റെ വീഡിയോ ആണ് ആദ്യത്തെ. നമുക്ക് അൺബോക്സിങ് ഡൂഡിൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ നോക്കാം. In front of me, the XPS 13. It's running Intel 8 Gen i5 processor, and the first impression is the screen. It's have a 13-inch QHD panel covered with the aluminum chassis. The infinity display maximizes the screen size, and the display contains 5. ഫ്രണ്ട്സ് ഇത് അൺബോക്സിങ് ഡൂഡിൻ്റെ ആണോ ഒരു ഡൗട്ട്. ഫുള്ള് ഇംഗ്ലീഷിലായിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം അൺബോക്സിങ് ഡൂഡിൻ്റെ ആണോ. സംഭവം എന്നാൽ ഫുൾ ഇംഗ്ലീഷ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇനി ബ്ലോഗ് അൺബോക്സിൻ്റെ ഫേസിലും വെച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ നോക്കാം. Hey, what's up guys? I'm Salik. It's my second video. Today we are unboxing this. This is the latest Motorola headset in the market. You can see. അല്ല ഫ്രണ്ട്സ് ഇതിലും ഫുൾ ഇംഗ്ലീഷ്. ഇത് നമ്മൾ അൺബോക്സിങ് ഡൂഡിനാണോ അല്ലേ? ഞാൻ നിങ്ങളെ ഇപ്പോഴത്തെ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കി അൺബോക്സിങ് ഡൂഡിൻ്റെ ഒന്ന് കണ്ട് നോക്കി നോക്കി. എന്നാൽ ഞാൻ ഇപ്പോൾ എന്നാ പറഞ്ഞത് കണ്ടതിൽ വീഡിയോ കണ്ടാൽ തിരി എന്നാൽ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. നിങ്ങളെല്ലാം അടിച്ച് പൊളിച്ചിരിക്കാനായിരിക്കുന്നു. സോ നമ്മളെ ഡ്യൂട്ടി ഡ്യൂട്ടി എത്തിയിട്ടുണ്ട്. സോ ഡ്യൂട്ടി എന്റെ മറ്റേ സ്വർണ്ണത്തിന് ഇന്നലെ നമ്മൾ കാണിച്ചു തരാൻ മറന്നുപോയതല്ല ആവാനായിട്ടാണ്. വീട്ടിലെത്തി തന്നെ ഫുഡ് ഉണ്ടാക്കി ഫുഡ് കഴിക്കണം തിരക്കിലായത്. പക്ഷെ ഡ്യൂട്ടി ഇപ്പൊ എടുത്ത് കാണിച്ചു കാണിച്ചിട്ട് നമുക്ക് കുറച്ച് സംഭവം. ഞാൻ ചെറിയ റിംഗ് വാങ്ങി, ചെറിയ ചുണ്ണാപ്പി റിംഗാണ്, വലിയ ഡിസൈൻ ഒന്നുമില്ല. പിന്നെ എന്റെ വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് എന്നിട്ട് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് ഇത് ഈ വീഡിയോ കണ്ടാൽ തരുക. നമ്മളിപ്പോൾ നേരത്തെ വ്ളോഗ് വീഡിയോ കണ്ടത് ഇത് അൺബോക്സിങ് ഡൂഡിൻ്റെ കൊല്ലുണ്ട് സംഭവം സംസാരം ഇല്ലല്ലോ. ഇതൊന്ന് ഡൗട്ടാണ് നിൽക്കും. അപ്പോൾ ഇതൊന്ന് ഞാൻ ആദ്യം പറഞ്ഞ ഒരുപാട് ഇപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവരും വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഒരു ഒരുപാട് വീഡിയോ ചെയ്ത ശേഷം നമ്മളിപ്പോൾ ഒരു കട്ടക്ക് എന്താ പറയുക ഇങ്ങനെ ആയി വരാം. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ അൺബോക്സിങ് ഇപ്പോഴത്തെ വീഡിയോ പോലെ പഴയ വീഡിയോ വെച്ച് നോക്കുമ്പോൾ ശരിക്കും വേറെ ഒരാളായി തോന്നും. ഇപ്പോഴത്തെ ഒരു വീഡിയോ വെച്ച് നോക്കുമ്പോൾ വേറെ ഏതോ ഒരാളായി നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. അടുത്ത ചാനലിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ നമ്മളെ ഫുഡിനെ കൊണ്ട് അമ്മാനമാടുന്ന ഒരു ടീം മനസ്സിലായില്ലേ. ഫുഡ് വില്ലേജ് ചാനൽ എന്ന ചാനലിലെ അയാളുടെ ആദ്യത്തെ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ട് നോക്കിയാലോ. ഇങ്ങനെ കണ്ടു നോക്കാം. ഓക്കെ. ഏവർക്കും ക്രാഫ്റ്റ്സ് മീഡിയയിലേക്ക് സ്വാഗതം. നമുക്കൊരു റബ്ബർ സ്റ്റാമ്പ് ഉണ്ടാക്കിയാലോ? ഇതിന് നമുക്ക് ആവശ്യമായി വേണ്ടത് ഒരു സാധാരണ പെൻസിൽ കൊണ്ട് എഴുതിയാൽ മായ്ക്കാനാവുന്ന റബ്ബറാണ്. ഇനി നമുക്ക് സീൽ ചെയ്ത് നോക്കാം. വാവ്, സൂപ്പർ! വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഫ്രണ്ട്സ് ഇതിലെവിടെ ഫുഡ് വില്ലേജ് ചാനൽ കേട്ടിട്ട് ഇതിലെവിടെ ഫുഡ് എവിടെ
ഇത് മറ്റേ സ്റ്റാമ്പ് കൊണ്ട് അടിച്ചു വെക്കുന്ന സ്റ്റീൽ അടിച്ചു വെക്കുന്നുണ്ടാക്കിയ ഇതിൽ ഫുഡ് എവിടെ എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇനി അടുത്ത വരെ ചാനൽ നോക്കാം. അടുത്ത ചാനൽ എന്ന് വെച്ചാൽ ആരായിരിക്കും മാസ്റ്റർ പീസ്. അപ്പോൾ മാസ്റ്റർ പീസിലെ ഫസ്റ്റത്തെ വീഡിയോ നോക്കാം. ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും റിമോട്ടുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ ഈ റിമോട്ട് കംപ്ലൈൻറ്റ് വന്നാൽ എങ്ങനെ ചെക്ക് ചെയ്യാം, കംപ്ലൈൻ്റ് ആണോ എന്നും കംപ്ലൈൻറ്റ് വന്നാൽ എന്തൊക്കെ ചെയ്ത് നമുക്ക് വീണ്ടും തിരികെ അത് സർവീസ് ചെയ്യാതെ തന്നെ നമുക്ക് തന്നെ അത് നന്നാക്കിയെടുക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ ഈ പറയുന്നത് ഈ വീഡിയോയിലൂടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഈ റിമോട്ട് വീഡിയോകോൺ DTHൻ്റെ ഒരു റിമോട്ടാണ്. അതിനായി നമ്മളുടെ മൊബൈൽ ക്യാമറ ആദ്യം തന്നെ ഓൺ ചെയ്യുക. എന്നതിന് ശേഷം ക്യാമറയ്ക്ക് നേരെ റിമോട്ടിൻ്റെ ഈ IR LED സെൻസറിൻ്റെ ഭാഗം നേരെ തന്നെ പിടിക്കുക. എന്നിട്ട് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ റിമോട്ടിൽ LED തെളിയുന്നതായിട്ട് കാണാം. ചില റിമോട്ടുകളിലാണെങ്കിൽ നമ്മൾ ക്യാമറ വെച്ച് നോക്കുമ്പോൾ തന്നെ LED സ്ഥിരമായി പ്രസ്സായി കിടക്കുന്നത് കാണാം. അപ്പോൾ നമ്മളുടെ ഈ എല്ലാ കീകളും ഒന്ന് ചെക്ക് ചെയ്യുക. കീ ഏതെങ്കിലും അമർന്ന് കിടന്നാലും ഇതുപോലെ കംപ്ലൈൻറ്റ് കാണിക്കും. അതുകൊണ്ട് എല്ലാ കീകളും ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എന്ത് മനസ്സിലായി? ഞാൻ വെച്ച് റിമോട്ടിലാണ് ശരിയാക്കുമ്പോൾ അതിൻ്റെ പാർട്സിൽ ഊരിയിട്ടിട്ട് എന്തെല്ലാം പിടിച്ച് ഷോൾഡറും ചെയ്ത് ഇതാക്കുന്നത്. ഇത് ഇത്രയോ പണിയുള്ളെങ്കിൽ ഫോൺ എടുക്കുക, ഇത് പിടിക്കുക, ഇത് അടിക്കുക, സ്വിച്ച് എടുക്കുക, അതൊക്കെ തീരും. അപ്പോൾ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഇങ്ങനെ വെച്ച് നോക്കാം. വെച്ച് നോക്കിയിട്ട് ബാറ്ററിയിൽ ഒരു അമർത്തി തൊട്ടോക്കുക. പിന്നെ സ്വിച്ച് അമർന്നുണ്ടെങ്കിൽ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും റിമോട്ട് ഒന്ന് സ്വിച്ചിനൊക്കെ അമർത്തി നോക്കാം. അപ്പോൾ ഇവിടെ ഫുള്ള് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്തല്ലോ റിമോട്ട് ഫുള്ള് കേടായിട്ട് കംപ്ലൈൻറ്റ് വന്ന് ഇതെല്ലാം ഊരിയിട്ട് പാർട്സൽ മാറ്റി വെച്ചിട്ട് ശരിയാക്കാമെന്ന് വിചാരിച്ചത്. ഇത് സംഭവം ഇത് വെറും ഈസിയാണ്. അത് റിമോട്ട് പിടിക്കുക, റിമോട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇങ്ങനെ പിടിക്കാം, കംപ്ലൈൻറ്റ് നോക്കാം. അപ്പോൾ കംപ്ലൈൻറ്റ് നമുക്ക് തിരിയും. പിന്നെ സ്വിച്ചെല്ലാം പിടിച്ച് അഥവാ സ്വിച്ച് അവിടെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ട് ഒന്ന് അമർത്തി നോക്കാം. ഇതിൻ്റെ ബാറ്ററി വരി തൊട്ട് പോകും. അപ്പോൾ ഇത്രയും പണിയുള്ളൂ. റിമോട്ട് എന്തായാലും ഇങ്ങനെ നോക്കിയാൽ ശരിയാകും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെല്ലാ വീഡിയോയും കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ങനെ നോക്കല്ലേ. നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ട്. എന്താ വെച്ചാൽ ഇതിൻ്റെ താഴെ പോയിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പുറത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓളാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇതൊക്കെ വീഡിയോ കിട്ടും, അത് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണം, പിന്നെ ഷെയറും ചെയ്തേക്ക്. ഞാൻ വെറുതെ വെച്ചല്ലോ, ഷെയർ ചെയ്യാനും ബട്ടൺ വെച്ചത്. അപ്പോൾ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഒരു വീഡിയോ കാണാൻ തരാം. ബൈ.